ലോകത്തെവിടെ യുദ്ധമുണ്ടായാലും അത് അവസാനിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന നേതാവാണ് ട്രംപ്. പക്ഷെ ട്രംപ് കാരണം തന്നെ മറ്റൊരു യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. വെനിസ്വേല തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാനായി ഇറാനോടും അതോടൊപ്പം തന്നെ റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളോട് സൈനിക സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ആയുധങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് അമേരിക്കയെ ലക്ഷ്യമിട്ട് ഒരു വലിയ രീതിയിലുള്ള ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ആക്രമണത്തിലേക്ക് കടക്കുമോ? ഇത് കുറേ നാളായി വെനിസ്വേലയെ തകർക്കാനായിട്ട് ട്രംപ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് അധികാരത്തിൽ വന്നപ്പം മുതലേ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. ട്രംപ് അതിന് ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കും. രാജ്യത്തിനകത്തേക്ക് മയക്കുമരുന്ന് കടത്തുന്നത് വെനിസ്വേലയിൽ നിന്നാണ്. അപ്പോൾ വെനിസ്വേലയുടെ ഈ ഗവൺമെൻറ്റിനെ തകർക്കണം, അവർ മയക്കുമരുന്നും അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ഭീഷണിയാവുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ വരികയാണ്. അപ്പോൾ അവിടുത്തെ നിക്കോളാസ് മദുറോ എന്ന് പറയുന്ന പ്രസിഡന്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനെ ചെറുക്കുന്നയാളാണ്. അങ്ങനെ ഒരു ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചപ്പോഴാണ് ഇപ്പോൾ 10,000 പട്ടാളക്കാരെ കരീബിയൻ തീരത്തേക്ക് വിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ പടക്കപ്പലുകൾ കരീബിയൻ തീരത്ത് വരുന്നു. അതുപോലെ തന്നെ F-35 ജെറ്റ് വിമാനങ്ങൾ കരീബിയൻ തീരത്ത് വട്ടമിട്ട് പറക്കുന്നു. അപ്പോൾ കരീബിയെ ഒന്ന് പെരട്ടി നിർത്തുക, ശരിക്കും പറഞ്ഞാൽ നിക്കോളാസിനെ വരട്ടുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അതിന് അദ്ദേഹം തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സഹായം ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് റഷ്യയോട് ആവശ്യപ്പെടുന്നു, ചൈനയോട് ആവശ്യപ്പെടുന്നു, ഇറാനോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ റഷ്യ ഇതിനകം തന്നെ പുടിൻ ഏതാണ്ട് നിങ്ങൾക്ക് ശരിയായ ഭീഷണി ഉണ്ടെങ്കിൽ ഞങ്ങൾ സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞതായിട്ടാണ്. അല്ല, റഷ്യ അത് കാത്തിരിക്കുകയാണല്ലോ. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ആയുധങ്ങൾ നൽകുന്നത് അമേരിക്കയാണെന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റഷ്യ മാത്രമല്ല, എല്ലായിടത്തും യുദ്ധത്തിന് വേണ്ട കോപ്പ് കൂട്ടുന്നത് അമേരിക്കയാണ്. ഒന്നുകിൽ അമേരിക്ക നേരിട്ട്, അല്ലെങ്കിൽ അമേരിക്ക ഡീപ് സ്റ്റേറ്റ് അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട്. പലയിടത്തും ട്രംപിന്റെ കളി. എന്തുകൊണ്ടായിരിക്കും ഈ രാജ്യത്തെ ലക്ഷ്യമിടുന്നത്? പ്രത്യേകിച്ച് അയൽ രാജ്യത്ത് എന്നത് മാത്രമല്ല, അവിടെ ഒരുപാട് ധാതുക്കൾ ഉള്ള സ്ഥലമാണ്, നാച്ചുറൽ ബ്യൂട്ടി ഉള്ള സ്ഥലമാണ് ആ പ്രദേശം. അതുപോലെ ഗ്യാസ്, ഇതുപോലെയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കൊക്കെ വളരെ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഹാർവസ്റ്റും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കോളനി പോലെ നിൽക്കണമെന്നുള്ളതാണ്. അമേരിക്കയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന എല്ലാം കോളനി പോലെ നിൽക്കണം, അതാണ് അവരുടെ ആഗ്രഹം. അവർക്ക് വഴങ്ങി നിൽക്കണം, അവിടുത്തെ ധാതുക്കൾ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് അവരെ അനുവദിക്കണം. അത് ഇന്ത്യയിലായാലും അത് തന്നെയാണ്, പാകിസ്ഥാനിലായാലും അവരുടെ ലക്ഷ്യം അത് തന്നെയാണ്. അവരാരോടൊപ്പം കൂടുന്നു? ഇനി എന്തിന് സൗദിയും ഖത്തറും UAEയും പോലും അവർ ഒരു ഹാർവസ്റ്റ് പ്ലേസ് ആയിട്ടാണ് കാണുന്നത്. അവിടെ ടൂറിസത്തിന് സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയും, യുദ്ധസാമഗ്രികൾ അവിടെ എത്തിച്ച് ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് പറയും. ഇതിൻ്റെ എല്ലാ ഉദ്ദേശം ഒരു ഹാർവസ്റ്റാണ്. അമേരിക്ക എന്നൊരു രാജ്യം നിലനിൽക്കുന്നതിന് ലോകത്തെ മുഴുവൻ വിലയ്ക്ക് വാങ്ങാനും അടിച്ചൊതുക്കാനും പ്രശ്നങ്ങളുണ്ടാക്കി അവിടുത്തെ പ്രശ്നത്തിൽ ഇടപെട്ട് തനിക്ക് ആളാകാനും അതുവഴി നേട്ടം ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ഒരു രാഷ്ട്രമാണ് USA. അത് നമ്മൾ പുതിയ കാര്യമല്ല. പണ്ട് ചില ജന്മിമാരൊക്കെ ചെയ്യില്ലേ, എവിടെയെങ്കിലും ചെന്ന് പ്രശ്നം ഉണ്ടാക്കുക. ഗുണ്ടകളും അതുപോലെയാണ്. എവിടെയെങ്കിലും എവിടെ ഒരു പ്രശ്നമുണ്ടോ ആ പ്രശ്നത്തിൽ അയാൾ നേരിട്ട് ചെന്ന് ഇടപെടുക, എന്നിട്ട് ഈ പക്ഷവും ആ പക്ഷവും പിടിക്കുക, എന്നിട്ട് രണ്ടിൻ്റെയും കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുക. ഇല്ലെങ്കിൽ ഒരുത്തൻ തരുന്നില്ലെങ്കിൽ അവനെ അടിച്ചൊതുക്കിക്കൊണ്ട് മറ്റേ ആളുടെ നിന്ന് ദാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക. ഇത് തന്നെയാണ് ഒരു ലോക റൗഡിയായിട്ട്, ലോക ഗുണ്ടയായിട്ട് അമേരിക്ക നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. ട്രംപിന്റെ നയം അത് തന്നെയാണ്. ആര് ചത്താലും വേണ്ടല്ല, എനിക്ക് പണം കിട്ടണം. ഒരു വേഗത കൂടിയിട്ടുണ്ടല്ലേ സാർ? ബോധമില്ലാത്തതുകൊണ്ട് വേഗത കൂടുമല്ലോ. മുൻപിൻ തിരിഞ്ഞ് നോക്കുന്നില്ലല്ലോ. മറ്റ് പല പ്രസിഡന്റുമാർക്കും ഒരു ഇതുണ്ടായിരുന്നു, അമേരിക്ക എന്ന് പറയുന്ന ഒരു പോളിഷ്ഡ് സ്റ്റേറ്റ് ആണെന്ന് ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ ധരിപ്പിക്കണം, എങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം ഭരണകർത്താക്കളായിരുന്നു, അവരെല്ലാം രാഷ്ട്രീയ നേതാക്കളായിരുന്നു. ഇദ്ദേഹം തനി കച്ചവടക്കാരനാണ്. കച്ചവടക്കാരൻ്റെ രീതി നമുക്കറിയാമല്ലോ. എവിടെയും എന്ത് പ്രശ്നവും ഉണ്ടാക്കി അവിടെ അലമ്പുണ്ടാക്കി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ടൈപ്പ് ഒരു കച്ചവടക്കാരനാണ്. ഒരു ഷൈലോക്കാണ് ട്രംപ്. ആ രീതിയാണ് അദ്ദേഹം തുടരുന്നത്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ആരുടെ കാലറുത്തും തുടയറുത്തും കഴുത്തറുത്തും അമേരിക്ക രക്ഷപ്പെടണം, അമേരിക്ക ഫസ്റ്റ്, അതാണ് അവരുദ്ദേശിക്കുന്നത്. അല്ല, പക്ഷേ ഈ അമേരിക്കയുടെ ഭീഷണിയൊന്നും പണ്ടത്തെ പോലെ അങ്ങനെ ബലിക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടാലും ചൈനയുമായി ബന്ധപ്പെട്ടാലും ഇറാനെ പോലും അങ്ങനെ ലോകക്രമത്തിൽ ഇന്ന് ആരെയും ഭീഷണിപ്പെടുത്താൻ കഴിയാത്തൊരു സ്റ്റേജായിരിക്കും. പണ്ടാണെങ്കിൽ മറിച്ചാണ്. മറ്റ് പല രാഷ്ട്രങ്ങൾക്കും ആയുധശക്തി കുറവായിരുന്നു. ഇന്ന് ആണവ ശക്തിയുള്ള രാഷ്ട്രങ്ങൾ തന്നെ എത്ര?
F-16 പോലുള്ള F-35 പോലുള്ള വിമാനങ്ങളുള്ള എത്ര പേരുണ്ട് അല്ലേ? JF-35 പോലുള്ള വിമാനങ്ങൾ മിക്കവാറും രാഷ്ട്രങ്ങൾക്കുണ്ട്. മിസൈലുകൾ മിക്ക രാഷ്ട്രങ്ങളുടെയും കൈവശമുണ്ട്. നല്ല ആർമി പലരുടെ കയ്യിലുണ്ട്. പണ്ടങ്ങനെയല്ല. പണ്ടെല്ലാവരും സമാധാനത്തിന് ഒതുങ്ങി നീക്കും. ചട്ടമ്പിയായിട്ട് ഒരു അമേരിക്കയുണ്ട്, ഇപ്പുറത്തൊരു റഷ്യയുമുണ്ട്. ഇവരുടെ വാല് പിടിച്ച് 2 വിഭാഗങ്ങളായിട്ട് ആളുകൾ നിന്നിരുന്നു, പേടിച്ച് ജീവിച്ചിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ചേരികൾ നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി പ്രൊട്ടക്ഷൻ എൻ്റെ കരുത്തിലാണ്. ഇന്ത്യ പോലും ഇന്ന് ലോകത്തെ ഒന്നാം തരം ഒരു യുദ്ധ സേനയായി മാറിയില്ലേ, ശക്തിയായി മാറിയില്ലേ. അപ്പം ആരെയും ആർക്കും പെട്ടെന്ന് കീഴടക്കാൻ പറ്റാതെ, കീഴടക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന നാശം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുമായിരിക്കും. ഇപ്പം നമ്മൾ റഷ്യ ഉക്രൈൻ വാർ കണ്ടില്ലേ? ഒരു കൊച്ചു പ്രദേശം 1 മാസമോ 2 മാസമോ നിൽക്കുന്ന ഒരു വാർ എന്നല്ലേ നമ്മൾ പ്രതീക്ഷിച്ചത്. ഗാസയിൽ ഇസ്രായേലും തമ്മിലുള്ള വാർ നമ്മൾ പ്രതീക്ഷിച്ചത് എന്താ? കൂടിപ്പോയാൽ 2 ആഴ്ച. അതുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യം അടിച്ച് തകർത്തുകളയെന്നല്ലേ പറഞ്ഞു. പറ്റില്ല. ഇപ്പോഴത്തെ യുദ്ധ സാമഗ്രികൾ അങ്ങനെയുള്ളതാണ്, യുദ്ധതന്ത്രങ്ങൾ അങ്ങനെയുള്ളതാണ്. 2 കൂട്ടർക്കും മാരകമായ മുറിവേൽപ്പിക്കുന്നതാണ്. നീണ്ടുപോകും. ഇറാൻ ഇസ്രായേൽ വാർ നമ്മൾ കണ്ടില്ലേ? ഇതെല്ലാം 2 കൂട്ടർക്കും ഹാംഫുള്ളായ സാഹചര്യമുള്ളപ്പോൾ വെൻസേലയെ വിരട്ടുക, അവരെ കീഴ്പ്പെടുത്തുക, അവരെ പ്രതിസന്ധിയിലാക്കുക, ആക്രമിച്ച് കീഴ്പ്പെടുത്തലല്ല, വിരട്ടി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. ആക്രമിക്കാൻ പോയാൽ അറിയാം, തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അവരുമായിട്ട് ആക്രമിക്കാൻ പോയാൽ അമേരിക്കയ്ക്കും വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാവും. തീർച്ചയായും സാമ്പത്തികമായ പ്രശ്നത്തിൽ നിൽക്കുന്നു, ആഭ്യന്തര പ്രശ്നങ്ങൾ നിൽക്കുന്നു. പിന്നെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കൂടെ ആയിരിക്കാം ചിലപ്പോൾ ഈ ടെൻഷൻ ട്രംപ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ ടെൻഷൻ്റെ ഫലമായിട്ട് അത് അമേരിക്കയ്ക്ക് ഗുണമല്ല, ദോഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം പല രാഷ്ട്രങ്ങൾക്കും അമേരിക്കയുടെ സമീപത്ത് വന്ന് ഒരു നല്ല താവളം ഉണ്ടാക്കാൻ ഈ കരീബിയൻ തീരവും കരീബിയൻ പ്രദേശവും വെനിസ്വേലയും ഉപകാരമാകും. പിന്നെ വിട്ടുകൊടുക്കുന്നതിലൊട്ടും മോശമല്ല നിക്കോളാസ് മദുറോ. അദ്ദേഹത്തിന് പിന്നെ ആരെയും അടിച്ചൊതുക്കി ജീവിക്കാനുള്ള ഒരു ത്വര ഉള്ള ആളാണ്. സ്വന്തം രാഷ്ട്രത്തിനകത്തും അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ശക്തി പ്രകടനം മോശമാകാൻ കഴിയും. അങ്ങനെ ഒരു രാജ്യം പരസ്യമായി തന്നെ മറ്റൊരു രാജ്യത്തോട് ആയുധങ്ങൾ ആവശ്യപ്പെടുക, സൈനിക സഹായം ആവശ്യപ്പെടുക, അപ്പോൾ ട്രംപിന്റെ പ്രതികരണം ഇനി എന്തായിരിക്കും? ട്രംപ് പറയുന്നത് ഇതൊരു അനാവശ്യ പ്രശ്നം ഉണ്ടാക്കുന്ന രാഷ്ട്രമാണ്, എന്തിനും ഒരു ആരോപണം നമ്മൾ ഇടുമല്ലോ. ഇപ്പം നമ്മൾ സ്ത്രീ വിഷയം ചിലർക്ക് പറയില്ലേ, പണം തട്ടിയെന്ന് ചിലർ പറയില്ലേ. ഇവിടെ ഒരു വിഷയം ട്രംപ് ഇട്ടിരിക്കുന്നത് ഇവർ മയക്കുമരുന്ന് കച്ചവടക്കാരാണ്. മയക്കുമരുന്ന് വിൽക്കുന്നവന് നമ്മൾ വിടുകയില്ല. യുവാക്കൾക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും വിപത്താകുന്നവരാണ് വെനിസ്വേല എന്നാണ്. ട്രംപിനും അമേരിക്കയ്ക്ക് എല്ലാ കാലത്തും കാരണങ്ങളുണ്ടല്ലേ? എന്തിനും കാരണമുണ്ട്. ഇപ്പം ഇന്ത്യയെ പിന്നെ അകറ്റി നിർത്തുന്നതിന് കാരണം അവർ കണ്ടുപിടിച്ചിരിക്കുകയല്ലേ. ഇന്ത്യയാണ് ഉക്രൈൻ യുദ്ധത്തിന് കാരണം. അതെ, റഷ്യക്ക് യുദ്ധത്തിന് കാരണമല്ല, റഷ്യക്ക് കരുത്ത് പോകുന്നത് നമ്മളാണെന്നാണ്. നമ്മൾ അവരുടെ എണ്ണ വാങ്ങിക്കുന്നുണ്ട്, മറ്റു രാഷ്ട്രങ്ങളും എണ്ണ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നതാണ് റഷ്യക്ക് കരുത്ത് നൽകുന്നതെന്നാണ് പറയുന്നത്. പിന്നെ എന്ത് പറയാനാ? ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അവരുടെ രീതി അതാണ്. ലോക ക്രമത്തിൽ അവരുടെ അധീശത്വം നിലനിർത്താൻ വേണ്ടി എന്ത് പോരിനും അമേരിക്കയുടെ ഫ്രണ്ട് സ്റ്റേറ്റും തയ്യാറാവും, ഡീപ് സ്റ്റേറ്റും തയ്യാറാവും. ട്രംപ് പിന്നെ അതിനൊന്നും മടിക്കാത്ത ആളുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.